തെച്ചു, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. സുഭദ്രയുടെ സ്വരം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അവരുടെ മുഖത്ത് എന്തോ ഒരു ഗൗരവം നീലിക്കുന്നുണ്ടായിരുന്നു. നീയിപ്പോ 30 കഴിഞ്ഞു. ഇനി എങ്ങനെ തനിച്ചു നടന്നാൽ പോരാ. നീ ഇങ്ങോട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക് നിനക്കൊരു വിവാഹാലോചന എന്ന് കരുതുകയാണ് ഞാൻ. അമ്മയുടെ വാക്കുകൾ കേട്ടതും ഇന്ദ്രജിത്തിന്റെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവൻ അവരെ ഒന്ന് നോക്കി. ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസം തികച്ചായിട്ടില്ല അമ്മേ. അതിനു മുൻപേ തുടങ്ങുകയാണോ എൻ്റെ വിവാഹാലോചന? അവന്റെ സ്വരത്തിൽ ചെറിയൊരു നീരസമുണ്ടായിരുന്നു. എനിക്ക് കുറച്ചു ദിവസം ഇവിടെ സ്വസ്ഥമായി ഒന്നിരിക്കണം. മനസമാധാനമായി കിട്ടിയിട്ട് പോരെ ബാക്കിയൊക്കെ. അത് ശരിയാ തെച്ചു. പക്ഷെ നീ വരുന്നത് ഞാൻ നമ്മുടെ ശങ്കരൻ ബ്രോക്കറോട് പറഞ്ഞിരുന്നു. അയാൾ ഇന്ന് വിളിച്ചിരുന്നു. അതാണ് ഈ കാര്യം ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കാൻ കാരണവും. സുഭദ്രാമ്മ തൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ മുന്നിലേക്ക് നീട്ടി. അയാൾ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ദാ ഇതിൽ നോക്ക്. നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ നീ തന്നെ തിരഞ്ഞെടുക്ക്. ഫോണിലെ വെളിച്ചം അവന്റെ മുഖത്തേക്ക് പതിച്ചെങ്കിലും ഇന്ദ്രജിത്ത് ആ സ്ക്രീനിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അവന്റെ കണ്ണുകളിൽ ഒരു തരം ശൂന്യതയായിരുന്നു. അമ്മക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി മതി. നിങ്ങൾ രണ്ടുപേരും കൂടി ആരെ തീരുമാനിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഒന്നുമില്ല അമ്മേ. അവന്റെ വാക്കുകളിൽ ആ വിരസത സുഭദ്രയെ വേദനിപ്പിച്ചു. എങ്കിലും അവർ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തു അവനെ കാണിച്ചു. എനിക്ക് ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയാണ് ഇഷ്ടപ്പെട്ടത്. പേര് വൈശാലി എന്ന. നമ്മുടെ കുടുംബത്തിന് ചേർന്ന് കൂട്ടരുക. കാണാനും നല്ല സുന്ദരിയാ. നീ ഒന്ന് പോയി കാണണം തെച്ചു. ഇന്ദ്രജിത്ത് ഒരു നിമിഷം ആ ഫോട്ടോയിലേക്ക് കണ്ണോടിച്ചു. സുന്ദരമായ മുഖം. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആവേശത്തിന്റെ ഒരു അലയൊലി പോലും ഉണ്ടായില്ല ആ ഫോട്ടോ കണ്ടിട്ട്. ശരി അമ്മേ, അമ്മ പറഞ്ഞതുപോലെ ഞാൻ ആ പെൺകുട്ടിയെ പോയി കാണാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. സുഭദ്ര ആകാംക്ഷയോടെ അവനെ നോക്കി. ഇപ്പോൾ കണ്ടാലും വിവാഹം നടക്കാൻ 2 വർഷമെങ്കിലും കഴിയും. അതിന് അമ്മക്കും ആ പെൺകുട്ടിക്കും സമ്മതമാണെങ്കിൽ മാത്രം ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഇതിവിടെ വിട്ടേക്കാം അമ്മേ. ഇന്ദ്രജിത്തിന്റെ ഉറച്ച സ്വരം കേട്ട് സുഭദ്രാമ്മ ഒന്ന് പകച്ചു. അവന്റെ കണ്ണുകളിലെ ആ തീരുമാനത്തിന് പിന്നിൽ എന്തോ വലിയ രഹസ്യമോ നോവോ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അവർക്ക് തോന്നി. ആശ്ചര്യത്തോടെ അല്പം ആശങ്കയോടെയും അവർ മകനെ ഒന്ന് നോക്കി. നീ എന്താടേ പറയുന്നേ? 2 വർഷമോ? സുഭദ്രാമ്മ ശബ്ദത്തിൽ അവിശ്വാസം നീലിച്ചു. അവർ ശങ്കരനെ ഒന്ന് നോക്കി. 2 വർഷം നിനക്ക് വേണ്ടി കാത്തു നിൽക്കാൻ ഏതു പെൺകുട്ടിയാടാ ഉണ്ടാവുക? ആ പെൺകുട്ടി സമ്മതിച്ചാലും വീട്ടുകാർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശങ്കർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ സുഭദ്രക്ക് ദേഷ്യം ഇരട്ടിച്ചു. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവൻ ഈ പറയുന്നത് കേട്ടില്ലേ? ശങ്കർ പതുക്കെ ഒന്ന് ശ്വാസം വിട്ടു. സുഭദ്രെ, അവൻ അവന്റെ തീരുമാനം പറഞ്ഞു. നീ ഇങ്ങനെ ഓരോന്നിനും എടുത്തു ചാടി മറുപടി പറഞ്ഞാൽ അവനും അത് തോന്നുന്ന രീതിയിൽ സംസാരിക്കും. നീ ഒന്ന് അടങ്ങ്. അവരുടെ പരിഭ്രമം കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന്റെ ചുണ്ടിൽ വീണ്ടും ആ പുഞ്ചിരി തെളിഞ്ഞു. അമ്മേ, എനിക്ക് ഈ നാട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് കുറച്ചു കാലമൊന്ന് ജീവിക്കണം. പപ്പയുടെ ബിസിനസ് ഇനി നോക്കേണ്ടത് ഞാനല്ലേ? അതൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും സമയമെടുക്കും. ഇപ്പോൾ തന്നെ ഒരു കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയെ കൂടി കഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. പിന്നെ അമ്മ ഇത്ര നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത് തന്നെ. അവന്റെ മറുപടി കേട്ട് സുഭദ്ര അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ എന്നൊരു ആശ്വാസം അവരുടെ മനസ്സിൽ എവിടെയോ ബാക്കിയുണ്ടായിരുന്നു. ശരി, ഞാൻ ആ പെൺകുട്ടിയെ അച്ഛനോട് സംസാരിക്കാം. നീ ആദ്യം അവളോടൊന്ന് സംസാരിക്കാൻ നോക്ക്. അവൾ നിന്നെ കാണാൻ സമ്മതിച്ചാൽ നീ പോയി കാണണം. അതിനൊരു മാറ്റവും വരാൻ പാടില്ല. ശരി അമ്മേ, ഞാൻ സമ്മതിച്ചു. ഭക്ഷണം കഴിച്ച് അവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് സുഭദ്രയുടെ അടുത്ത ചോദ്യം വന്നത്. അതൊരു അസ്ത്രം പോലെയായിരുന്നു. നീ ഇത്രയും കാലം വിദേശത്തായിരുന്നില്ലേ? അവിടെ നിനക്ക് ഇഷ്ടപ്പെട്ട വല്ല പെൺകുട്ടികളും ഉണ്ടായിരുന്നോ തെച്ചു? ഇന്ദ്രജിത്ത് ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ അമ്മയെ സൂക്ഷിച്ചു നോക്കി. അതോ ഈ കല്യാണത്തിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണോ നീ 2 വർഷത്തെ കാലാവധിയൊക്കെ എന്നോട് പറഞ്ഞത്? അവരുടെ കണ്ണുകളിൽ സംശയം വിടർന്നു. അവൻ ഉറക്കെ ചിരിച്ചുപോയി. അമ്മ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ എന്തിനാ അവിടെ പോയി പ്രേമിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു പരിപാടികളൊന്നും ഇല്ല അമ്മേ. അല്ല, നമുക്ക് നമ്മുടെ തറവാടിന് ചേരുന്ന കുട്ടിയെ വേണം. അതാ ഞാൻ നിന്നോട് തന്നെ ആദ്യം ചോദിച്ചത്.
അവരുടെ സ്വരം അല്പം മൃദുവായി. ഇന്ദ്രജിത്ത് മുകളിലെ തൻ്റെ റൂമിലേക്ക് നടന്നു. സുഭദ്ര നേരെ പോയത് പൂജാമുറിക്കടുത്തുള്ള അലമാരയിലേക്കായിരുന്നു. അവിടെ നിന്ന് തൻ്റെ പഴയ ഡയറി തപ്പിയെടുത്തു. അതിൽ വൈശാലി എന്നെഴുതിയ പേരിന് താഴെ ഒരു ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. അവർ വിറക്കുന്ന കൈകളോടെ ആ നമ്പറിലേക്ക് വിളിച്ചു. മറുഭാഗത്ത് നിന്ന് ഫോൺ എടുത്തു. ഹലോ. ഒരു പെൺശബ്ദം. ഹലോ, ഞാൻ ശങ്കർ ബ്രോക്കർ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. ഇന്ദ്രജിത്തിൻ്റെ അമ്മയാണ്. എൻ്റെ മോൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് വൈശാലി മോളാണോ? അതെ ആൻറ്റി, ഞാൻ വൈശാലി തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായി. വീട്ടിലും എല്ലാവർക്കും ഈ കല്യാണത്തിന് താല്പര്യവുമാണ്. മറുഭാഗത്തെ സ്വരത്തിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. മോളെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവൻ പറയുന്നത് കല്യാണം നടക്കാൻ 2 വർഷമെങ്കിലും എടുക്കുമെന്നാണ്. അവൻ കുറച്ച് നിർബന്ധത്തിലാണ്. പക്ഷെ മോൾ അതിൽ വിഷമിക്കേണ്ട. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നേരിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. നിന്നെ നേരിട്ട് കാണുമ്പോൾ അവൻ്റെ ദേഷ്യവും നിർബന്ധവുമൊക്കെ മാറിക്കോളും. അതെനിക്ക് ഉറപ്പാണ്. അതിനെന്താ ആൻറ്റി, സാരമില്ല. ഞാൻ ഇന്ദ്രജിത്തിനെ കണ്ടോളാം. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വൈശാലി വിനയത്തോടെ മറുപടി നൽകി. ശരി മോളെ, എന്നാൽ ഞാൻ വെക്കട്ടെ. ഫോൺ കട്ടായപ്പോൾ സുഭദ്രയുടെ മുഖത്ത് ചെറിയൊരു പ്രതീക്ഷ തെളിഞ്ഞു. മകന്റെ കടുംപിത്തം ആ പെൺകുട്ടിക്ക് മുന്നിൽ അലിഞ്ഞു പോകുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ കാവേരി ഉണർന്നു. പക്ഷെ അവളേക്കാൾ മുൻപേ ഉണർന്ന ഒരാൾ ആ വീട്ടിലുണ്ട്. കുഞ്ഞുമണി എന്ന തനു. ഇന്ന് അവളുടെ ജീവിതത്തിലെ വലിയൊരു ദിവസമാണ്. ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസം. തനുക്കുട്ടി, എഴുന്നേറ്റേ, നേരത്തെ പോണ്ടേ നമുക്ക്? കാവേരി അവളെ തട്ടി വിളിച്ചു. സ്കൂളിൽ പോകാനുള്ള ആവേശത്തിൽ കുഞ്ഞുമണി നേരത്തെ തന്നെ കണ്ണു തുറന്നിരുന്നു. തൻ്റെ കുഞ്ഞുടുപ്പും ബാഗും നോക്കി അവൾ വിടർന്ന കണ്ണുകളോടെയിരുന്നു. കാവേരി വേഗം അടുക്കളയിലേക്ക് കടന്നു. മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചപ്പാത്തിയും നല്ല നാടൻ എഗ് റോസ്റ്റും അവൾ സ്നേഹത്തോടെ തയ്യാറാക്കി. വെള്ള ഫ്രോക്കിൽ ചുവന്ന കുഞ്ഞു പൂക്കളുള്ള മനോഹരമായ ഉടുപ്പാണ് കാവേരി അവൾക്കായി എടുത്തു വച്ചിരിക്കുന്നത്. കുഞ്ഞുമണിയെ കുളിപ്പിച്ച് ഉടുപ്പിച്ച് മുടി ഭംഗിയായി ചീക്കി കൊടുത്തു. എൻ്റെ മോള് ക്ലാസ്സിൽ ചെന്നിട്ട് ഒട്ടും വികൃതി കാണിക്കരുത് കേട്ടോ. ടീച്ചർ പറയുന്നത് അനുസരിച്ച് അവിടെ മിടുക്കി കുട്ടിയായിട്ട് ഇരിക്കണം. ഓരോന്ന് ഒരുക്കുമ്പോഴും കാവേരി അവൾക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അമ്മേ, എനിക്കിന്ന് യൂണിഫോം ഇല്ലേ? തൻ്റെ കുഞ്ഞു കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. അതൊക്കെ സ്കൂളിൽ നിന്ന് തരും മോളെ. ഇതുവരെ ഈ കളർ ഡ്രസ്സ് ഇട്ടാൽ മതി. ദാ, വേഗം കഴിച്ചേ, സ്കൂളിൽ പോകാൻ നേരമായി. കാവേരി കുഞ്ഞുമണിയെയും എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. വെയിൽ കൂടി തുടങ്ങിയിരുന്നു. മകളുടെ ഇളം മുഖത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ കാവേരി തൻ്റെ സാരിത്തുമ്പ് അവൾക്ക് മേൽ ഒരു കുട പോലെ പിടിച്ചു. ആ നടത്തത്തിൽ ഒരു അമ്മയുടെ കരുതൽ മുഴുവനും ഉണ്ടായിരുന്നു. ഇതെല്ലാം തൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് സുശീല നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു തേങ്ങലായി ആ കാഴ്ച മാറി. പാവം കുട്ടി, ഇത്രയും ചെറിയൊരു കുഞ്ഞിനെയും ഇവളെയും ഉപേക്ഷിച്ച് പോകാൻ ആ മനുഷ്യന് ഇങ്ങനെ തോന്നിയോ? എന്ത് കാരണമുണ്ടായാലും ഇങ്ങനെ ഒരു കുഞ്ഞിനെ വിട്ടുപോകാമോ? ആ സ്ത്രീ സ്വയം ചോദിച്ചു പോയി. അവരുടെ കണ്ണുകളിൽ കാവേരിയോടുള്ള സഹതാപവും സ്നേഹവും നിറഞ്ഞു. കാവേരി കുഞ്ഞുമണിയും ബസ് സ്റ്റോപ്പിലേക്ക് മാറിയുന്നത് വരെ സുശീലാമ്മ അവിടെ തന്നെ നിന്നു. ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു ആ അമ്മയുടെയും മകളുടേതും. തൻ്റെ മുറിയിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഇന്ദ്രജിത്ത് ഒന്നുകൂടി സ്വയം നോക്കി. ഇന്ന് വൈശാലിയെ ആദ്യമായി കാണാൻ പോവുകയാണ്. പതിവ് ഗൗരവ മുഖത്തുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ വെപ്രാളവുമുണ്ട്. അവൻ അണിഞ്ഞിരുന്ന കടും നീല നിറത്തിലുള്ള സ്ലിം ഫിറ്റ് ഷർട്ട് അവൻ്റെ തോളുകൾ കൂടുതൽ കരുത്ത് നൽകുന്നത് പോലെ തോന്നി. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രേ ഫോർമൽ പാൻറ്റും കൈത്തണ്ടിൽ തിളങ്ങുന്ന ബ്രാൻഡഡ് വാച്ചും അവൻ്റെ ലുക്കിന് പൂർണ്ണത നൽകി. അല്പം ട്രിം ചെയ്ത താടിക്ക് മുകളിൽ അവൻ്റെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. മുടിയിഴകൾ കൃത്യമായി ഒതുക്കി വെച്ച് നേർത്തൊരു സുഗന്ധം കൂടി പൂശിയ ശേഷം അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് സുഭദ്രാമ്മ അങ്ങോട്ട് വന്നത്. മകൻ്റെ വേഷവും ഭാവവും കണ്ടപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. എങ്കിലും ഒരു അമ്മയുടെ ആശങ്കയോടെ അവർ അടുത്തേക്ക് ചെന്നു. ദച്ചു, നീ ഇറങ്ങിയോ? മോനെ, നീ ആദ്യമാണ് ആ കുട്ടിയെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പറയുവാണ്. പോയിട്ട് നല്ല രീതിയിൽ സംസാരിക്കണം. നിന്റെ വലിപ്പമൊന്നും അവിടെ കാണിക്കരുത്. ആ കുട്ടിയെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് നീ, കേട്ടോ?